അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പ്രാപ്തമാക്കിയെടുത്തത്. അതിനവിടുന്ന് സ്വീകരിച്ച രീതി അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊടുക്കുന്നു, ആ ഖുർആനിന്റെ ആധികാരിക വിവരണമായ സുന്നത്ത് അവരെ പഠിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അവരെ സംസ്കരിച്ചത്. ഏതെങ്കിലും ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക ഫോർമുലകളോ അല്ല പ്രവാചകൻ അവലംബിച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഖുർആൻ, അവന്റെ പ്രവാചകൻ അതിനോട് റസൂൽ അതിന് കൊടുക്കുന്ന വിവരണം, അതും വഹയാണ്. അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ സംസ്കരണത്തെയാണ് സംസ്കരണത്തിന്റെ അടിസ്ഥാനമായി ഇസ്ലാം സ്വീകരിച്ചത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതിനെ മലീമസമാക്കിയവൻ അവൻ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊക്കെ സംസ്കരണം കിട്ടിയിട്ടും കാര്യമില്ല. മനുഷ്യന്മാര് പലപ്പോഴും തന്റെ വസ്ത്രം ശുദ്ധിയായിരിക്കണം, തന്റെ മുഖം ആകർഷകമായിരിക്കണം, തന്റെ ഡ്രസ്സ് ആകർഷകമായിരിക്കണം, തന്റെ പരിസരം ആകർഷകമായിരിക്കണം, തന്റെ വണ്ടി ആകർഷകമാകണം, തന്റെ വീട് ആകർഷകമാകണം, തന്റെ റൂം ആകർഷകമാകണം, തന്റെ വീട്ടിലെ കർട്ടൻ എല്ലാം ആളുകൾ കണ്ടാൽ നന്നായിട്ടുണ്ട്, നല്ല ചന്തണ്ട്, കാണാൻ ഭംഗിയുണ്ട്, കൗതുകമുണ്ട് എന്ന് പറയണം. അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന ബിസിനസ് ടെക്സ്റ്റൈൽസ് ബിസിനസ്സും ജ്വല്ലറി ബിസിനസ്സുമാണ്. എന്താ കാരണം? പണ്ടൊക്കെ നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ട് അല്ലേ? സ്ത്രീകൾ ആഭരണം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഫാഷൻ മാറുന്നതിനനുസരിച്ച്. പണ്ടൊക്കെ ഒരു ചെയിനോ ഒരു വളയോ വാങ്ങിയ അവള് മരിക്കോൾ അത് തന്നെയാണ്. ഇന്ന് അങ്ങനെയല്ല. ഓരോ മാറ്റത്തിനും എത്ര ആയിരങ്ങളാ ചെലവാകുന്നത്. ഓരോ മാറ്റത്തിനും ഒരു 2 പവന്റെ സ്വർണം നിങ്ങൾ എടുത്താൽ അതിന് പണിക്കൂലി ചിലപ്പോ 1/2 പവന്റെ പൈസ അതിന് പണിക്കൂലി ഉണ്ടാവും. അപ്പൊ 2.5 പവന്റെ പൈസയാവും. മാറ്റുമ്പോഴും സംഭവിക്കുന്ന അതാണ്. സ്വർണത്തിന്റെ വില മാത്രമല്ല, പുതിയ സാധനത്തിന്റെ പണിക്കൂലി, ഇതിന് കിട്ടുന്നത് പഴയ സ്വർണത്തിന്റെ വിലയും. എത്ര പണം ചെലവാക്കുന്ന ആളുകൾ. അപ്പൊ ഉടുത്തൊരുങ്ങാനും ആളുകളുടെ മുമ്പിൽ ആകർഷകമായി നിൽക്കാനും ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആളുകൾ നോക്കുന്ന ഈ തന്റെ ശരീരവും വസ്ത്രവും പരിസരവും ഒക്കെ നന്നാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ നോട്ടമുള്ള ഹൃദയം അത് നന്നാക്കുന്നതിന് ചെറിയ പരിഗണന മാത്രമേ നൽകുന്നുള്ളൂ. കണ്ടാൽ പുഞ്ചിരിക്കുന്ന, കാണുമ്പോൾ വളരെ കോളിന്യൂസ് എന്ന് പറയും, ഇങ്ങനെ ഇളിച്ചു കാണിക്കും. പക്ഷെ ഉള്ളിൽ പലപ്പോഴും എന്തായിരിക്കും? അതിന് നേരെ വിരുദ്ധമായ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടാകും. അത് മനുഷ്യന്റെ മാത്രം കഴിവാണ്, അഭിനയിക്കാനുള്ള കഴിവ്. പകയും വിദ്വേഷവും ഒക്കെ ഉള്ളിലൊതുക്കി കൊടിയ ശത്രുവിനോട് പോലും തൽക്കാലം ഇളിച്ചു കാണിക്കാൻ മനുഷ്യന് സാധിക്കും. ഒരു പട്ടിക്ക് സാധിക്കാത്ത കാര്യമാണത്. ഒരു പട്ടി തന്റെ ശത്രുവായ പട്ടിയെ കണ്ട എന്ന് മുരളും. കാരണം എന്താ? അവന് മറച്ചു വെക്കാൻ കഴിയില്ല, അവന് നാട്യം അറിഞ്ഞുകൂടാ. മനുഷ്യൻ നാട്യം പഠിച്ചവനാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നാട്യങ്ങളില്ലാതെ ഹൃദയം ശുദ്ധീകരിക്കണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. കാപട്യം, നിഫാഖില്ലാതെ നല്ല ശരിയായ രീതിയിൽ ചിന്തിക്കാനും ശരിയായ രീതിയിൽ പെരുമാറാനും വളവും വക്രതയും ഇല്ലാതെ ആളുകളുമായി ഇടപഴകാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് സഹാബത്തിന്റെ പ്രത്യേകതയും. കാരണം എന്താ? നബി പഠിപ്പിച്ചത് അതാണ്. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. നിങ്ങൾ അറിയണം, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി, അത് തകരാറിലായാൽ ശരീരം മുഴുവൻ തകരാറിലായി. അലാ വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം. അത് ശരിയാകണം, എന്നാലേ യഥാർത്ഥത്തിൽ മനുഷ്യൻ ശരിയാവുള്ളൂ. ഹൃദയം ശുദ്ധീകരിക്കപ്പെടാതെ നിങ്ങൾ ബാഹ്യമായ എന്തെങ്കിലും ചില ചിട്ടകളോ മര്യാദകളോ പഠിപ്പിച്ച് ആളുകൾക്കിടയിൽ കാണുമ്പോൾ പരസ്യ ജീവിതത്തിൽ മാത്രം ആളുകൾ കാണുന്നത് പോലെ ചിട്ടയിൽ നടന്നതുകൊണ്ട് പടച്ചവന്റെ അടുത്ത് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നാളെ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ കുറ്റമറ്റ ഒരു ഹൃദയം, അന്യൂനമായ ഒരു ഹൃദയവുമായി റബ്ബിനെ സമീപിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്ത് ശുഅറായിലുണ്ട്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ നീ എന്നെ അപമാനിക്കല്ല റബ്ബേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം. എന്നിട്ടോ അതുകൊണ്ട് തീർന്നില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കുറ്റമറ്റ ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിച്ചവനൊഴികെ അയാൾക്ക് എന്ത് രക്ഷ കിട്ടുള്ളൂ. അപ്പൊ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ സലീമായ ഒരു ഹൃദയം, കുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ശരിയായ ഒരു ഹൃദയം നമുക്കുണ്ടാകണം.
കാരണം ആ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും. അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരഭാവങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, പിന്നെയോ അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആ ഹൃദയത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന അമലുകളിലേക്കുമാകുന്നു. അപ്പൊ ആളുകൾ കാണുന്നത് നന്നാക്കി ജിസ്മ് ശരീരം നന്നാക്കാൻ, സുവർ രൂപം നന്നാക്കാൻ നാം ശ്രമിക്കും. പക്ഷെ അള്ളാഹുവിന്റെ നോട്ടമാകുന്ന നോട്ടത്തിന്റെ സ്ഥലമായ ഹൃദയമോ അത് നാം ശ്രദ്ധിക്കാറില്ല. എന്നാൽ ചില ആളുകൾ ഈ ഹദീസിനെ തെറ്റിദ്ധരിച്ചു. ഹൃദയം നന്നായാൽ മതി, ബാഹ്യമായ കാര്യങ്ങൾക്കൊന്നും അത്ര പ്രാധാന്യമില്ല. നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാകട്ടെ, നമ്മുടെ വേഷഭൂഷാദികൾ എങ്ങനെയാകട്ടെ, താടി വളർത്തട്ടെ വളർത്താതിരിക്കട്ടെ, വസ്ത്രം താത്തി കൊടുക്കട്ടെ കയറ്റി കൊടുക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല, അതൊന്നുമല്ല പ്രധാനം. അത്തഖ്വയാണ് എന്ന് പറയും. അവരെ അങ്ങനെയുള്ള ആളുകൾ ഈ ഹദീസിന്റെ അവസാനത്തെ വാചകം വിടും. ഇലാ ഖുലൂബിക്കും വരെ പറയുള്ളൂ. ചില റിവായത്തിൽ അത്ര ഉള്ളുതാനും. അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് എന്നല്ലേ റസൂല് പറഞ്ഞിട്ടുള്ളത്. ഹൃദയങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. അത് ഒരു റിപ്പോർട്ടർക്ക് പറ്റിയൊരു അബദ്ധമായിരിക്കാം. അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ടിൽ ഇലാ ഖുലൂബിക്കും വഅഅമാലികും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. അമല് നന്നാക്കണമെങ്കിൽ എന്ത് വേണം? ഹൃദയം നന്നാകണം. വിശ്വാസം ശരിയാകാതെ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ അമലുകൾ നന്നാക്കാൻ നമുക്ക് സാധ്യമല്ല. ഏതുപോലെ ഒരു നിഴല് നിവർത്താൻ നാം ശ്രമിക്കണമെങ്കിൽ നിഴല് മാത്രം നിവരോ? അത് ഏതിന്റെ നിഴലാണോ അതിനെ നന്നാക്കണം. ഒരു നാട്ടിവെച്ച കമ്പിന്റെ നിഴലാണെങ്കിൽ ആ കമ്പിന് വളവുണ്ടെങ്കിൽ പിന്നെ നിഴല് മാത്രം മാറ്റാങ്ങില്ല, കമ്പ് നേരെയാക്കണം, നാട്ടം നിവർത്തണം, അപ്പോഴേ നിഴല് നിവർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ ഹൃദയം ശുദ്ധിയാക്കാതെ കർമ്മങ്ങൾ ശുദ്ധിയാക്കണമെന്ന് ശഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും തന്നെ സാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ചിന്തിക്കാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ എങ്ങനെയാണ് ഉത്തമ സമൂഹമാക്കി വളർത്തിയെടുത്തത്. സഹാബത്തിനെ കുറിച്ചാണല്ലോ ഖുർആൻ പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന്, അല്ലേ? സഹാബത്താണല്ലോ ആ സമയത്ത്, ആ ആയത്തിറക്കുന്ന സമയത്തുള്ള സമുദായം ആരാ? സഹാബികളാണ്. സഹാബികളെ നിങ്ങൾ സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായമാകുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ, അതും സഹാബത്തിനെ പറ്റി പറഞ്ഞതാ. നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ വ്യസനിക്കരുത്, നിങ്ങളാകുന്നു അത്യുന്നതർ എന്ന് പറഞ്ഞു. അപ്പൊ അൽ അഅലൗൻ ഖൈറു ഉമ്മത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ? അത്യുന്നതന്മാരും സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമുദായവുമൊക്കെയായി സഹാബത്ത് മാറിയത് എങ്ങനെയാണ്? വിശ്വാസ സംസ്കരണത്തിൽ ഊന്നിയുള്ള പ്രവാചകന്റെ തെർബിയത്തിന്റെ ഫലമായിരുന്നു അത്. നിങ്ങൾ നോക്ക്, മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ, 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി 53-ാമത്തെ വയസ്സ് വരെ മക്കയിൽ ജീവിച്ച പ്രവാചകന് വിവിധ സന്ദർഭങ്ങളിലായി ഇറങ്ങിയ സൂറത്തുകൾ, മക്കി സൂറത്തുകൾ എടുത്തു നോക്കിയാൽ അതിൽ പ്രധാനമായും വിശ്വാസ സംസ്കരണത്തിന് ഊന്നൽ നൽകുന്ന വചനങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. തൗഹീദിനെ പറ്റി, ആഖിറത്തിനെ പറ്റി, അതുപോലെ ആളുകളുടെ വിശ്വാസപരമായ തെറ്റുകളെ സംബന്ധിച്ച്, ശിർക്കിനെ സംബന്ധിച്ചൊക്കെ വലിയ വലിയ വചനങ്ങളും താക്കീതുകളും ഒക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. മക്ക കഴിഞ്ഞ് മദീനയിലെത്തിയാണ് ഇസ്ലാം ഒരു രാഷ്ട്രമായി, ഒരു സാമൂഹ്യ ക്രമമായി മാറുകയും ശരീഅത്തിന്റെ വിശദാംശങ്ങളൊക്കെ റസൂൽ പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവിടെയാണ്. നിക്കാഹും തലാഖും അതുമായ കച്ചവടവും ഒരുപാട് സംഗതികൾ, ഇസ്ലാമിക ശരീഅത്തിന്റെ വിശദാംശങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് അവിടെയാണ്. അപ്പൊ ഈ രണ്ട് സൂറത്തുകളും എടുത്തു നോക്കിയാൽ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പടിപടിയായി ക്രമാനുഗതമായി വിശ്വാസ സംസ്കരണത്തിന് ശേഷം പിന്നീട് അവരെ കർമ്മങ്ങൾ സംസ്കരിച്ച് ഒരു നല്ല സമൂഹമാക്കി അവരെ മാറ്റിയെടുത്തു. കള്ള് വിരോധിക്കപ്പെട്ട സന്ദർഭം മാത്രം മതി ഇസ്ലാമിന്റെ സംസ്കരണത്തിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് മനസ്സിലാകാൻ. മദ്യം എന്ന് പറയുന്നത് ഭക്ഷണ സാധനം പോലെ ഉപയോഗിച്ചിരുന്ന ഒരു സമുദായമാണ് അവർ. ഞാൻ മരിച്ചാൽ എന്റെ ജഡം മുന്തിരിവള്ളിക്ക് ചോട്ടിൽ മറവ് ചെയ്യണം, എന്റെ ദ്രവിച്ച എല്ലുകൾക്ക് അതിന്റെ നീര് കിട്ടിക്കൊള്ളട്ടെ എന്ന് പോലും ചിന്തിച്ചിരുന്ന ആളുകൾ. പക്ഷെ അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോ എന്തുണ്ടായി? പടിപടിയായി അവർ മദ്യത്തിന് അകന്നു നിന്നു. ആദ്യം പറഞ്ഞു, ഇതാ അതിൽ ചെറച്ചു ഗുണങ്ങളുണ്ടെങ്കിലും ധാരാളം ദോഷങ്ങളാണ് മദ്യത്തിലും ചൂതാട്ടത്തിലും ഉള്ളത്. അപ്പൊ തന്നെ കുറെ ആള് വിട്ടുനിന്നു. പക്ഷെ എന്നിട്ട് നിസ്കരിക്കുമ്പോഴൊക്കെ മദ്യപിച്ചു വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ പറഞ്ഞു, ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുഖാറ, നിങ്ങൾ മദ്യം കഴിച്ച് മസ്തന്മാരായിക്കൊണ്ട് നിങ്ങൾ പറയുന്നെന്താ, നിങ്ങൾക്ക് തന്നെ തിരിയാത്ത രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കാൻ വരാൻ പാടില്ല. അപ്പൊ പിന്നെ നിസ്കരിച്ച് കിടക്കാൻ നേരത്ത് മാത്രം കുറച്ചടിക്കും, രാവിലെ ആകുമ്പോഴത്തേക്കും ഡോസൊക്കെ പോകും.